പ്രിയമുള്ളവരെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് എം തോമസ്. പത്തനംതിട്ട ഭദ്രാസനതല MCA ജനറൽ സെക്രട്ടറി. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളെ, സഹനങ്ങളെ ഓർത്ത് ധ്യാനിക്കുന്ന ദിനങ്ങളിലൂടെ കടന്നുപോവുകയാണ്. യേശുക്രിസ്തുവിന്റെ സഹനങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ പറ്റി മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും അതുമായി താരതമ്യം ചെയ്യുവാനും നമുക്ക് കഴിയണം. ജീവിതത്തിൽ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സഹനങ്ങൾ ഉണ്ടാകാത്തവരായി ആരും തന്നെ ഇല്ല. എന്നാൽ ഈ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും പിറുപിറുക്കുകയോ ശപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് യേശുക്രിസ്തു സഹിച്ച സഹനവും നമ്മൾ സഹിക്കുന്ന സഹനവും തമ്മിലുള്ള വ്യത്യാസം. സഹനങ്ങളെ ദൈവികമായി കാണുവാനും അത് നമ്മുടെ വളർച്ചയ്ക്കായി, ഉയർച്ചയ്ക്കായി, ഉന്നമനത്തിനായി ദൈവം നൽകുന്നതാണ് എന്നും, സഹനങ്ങൾ കൂടാതെ എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും ആകാൻ കഴിയില്ല എന്നും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ സ്വന്തം മകനും മകളുമായതുകൊണ്ടാണ് ദൈവം നമുക്ക് കനിഞ്ഞ് സഹനങ്ങൾ തരുന്നത്. സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു മാത്രമേ നമുക്ക് പ്രത്യാശയുടെ തീരത്ത് അണയുവാൻ കഴിയൂ. സഹനങ്ങൾ നമ്മെ ഒരുക്കുകയാണ് പ്രത്യാശയുടെ തീരം അണയുവാൻ. ആ സഹനങ്ങളെ അതേ രീതിയിൽ കാണുവാൻ നമുക്ക് കഴിയണം. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവങ്ങൾ വാരം ആചരിക്കാൻ നമ്മൾ പോകുമ്പോൾ സഹനങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ദൈവം നൽകുന്നതാണ് സഹനം എന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. മർക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 26-ാം വാക്യം. അവർ അതുവഴി കടന്നുപോകുന്ന നാട്ടിൻപുറത്തുകാരനായ ശിമയോൻ എന്ന കിറേനക്കാരനെ അവന്റെ കുരിശു ചുമക്കാൻ നിർബന്ധിച്ചു. ശിമയോൻ ആ അനുഭവം, ആ അവസ്ഥ നമ്മളെപ്പോലെയുള്ളവരായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അദ്ദേഹം ആ സഹനം ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കുരിശ് വഹിക്കുവാൻ സദാ സന്നദ്ധനായി. അതുവഴി അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കരേനക്കാരനായ ശിമയോൻ യേശുവിന്റെ കുരിശു ചുമക്കാൻ സഹായിച്ചു എന്ന് മറ്റൊരു ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ റൂഫസിന് വന്ദനം പറയുന്ന പൗലോസ്ലീഹായുടെ ലേഖനം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ശിമയോൻ ആ പീഠകൾ, സഹനങ്ങൾ വഹിക്കുവാൻ തയ്യാറായപ്പോൾ അവന്റെ അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ ബൈബിളിലൂടെ കഴിയും. കൊടുങ്കാറ്റിന് ശേഷം മാത്രമേ ശാന്തതയുണ്ടാകത്തുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇരുട്ടിനു ശേഷം മാത്രമേ പ്രകാശമുണ്ടാകുകയുള്ളൂ. ഒരു വിത്ത് ഭൂമിയിൽ വീണ്, മണ്ണിൽ വീണ് അലിഞ്ഞു ചേരുന്നില്ലെങ്കിൽ അതൊരു മരമായി വളരുകയില്ല. അതുപോലെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമാകുന്ന സഹനങ്ങൾ സഹിക്കേണ്ടി വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതവും നമ്മൾ ആഗ്രഹിക്കുന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കാൻ വൈകരുത്. അത് മനസ്സിലാക്കി സഹനങ്ങളെ യേശുക്രിസ്തുവിന്റെ സഹനത്തോട് ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പീഠാനുഭവവാരങ്ങളും പ്രാർത്ഥനാ ദിനങ്ങളും ആചരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമ്മളെ ഒക്കെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.